കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ.എസ്.ഇ.ബി ഓഫീസിന് മുന്നിൽ ജീവനക്കാരുടെ പ്രതിഷേധം. കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനെതിരെയാണ് പ്രതിഷേധം. വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. ദസ്ന സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ദസ്ന, ഈ കെ.എസ്.ഇ.ബി ഫ്യൂസൂര്യ വാർത്തയൊക്കെ തന്നെ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരുന്നു. അതിനുശേഷം പിന്നീട് അത് കണക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോഴും കെ.എസ്.ഇ.ബി ജീവനക്കാരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു കെ.എസ്.ഇ.ബി തിരുവമ്പാടി ഓഫീസിലെ സംഭവങ്ങളും. അതേ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കുകയും പിന്നീട് ഇന്നലെ രാത്രിയോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്ത സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി അങ്ങാടിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ആരംഭിച്ചിരിക്കുന്നത്. ഇവർ പ്രധാനമായും പറയുന്നത് തങ്ങൾക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്നും തങ്ങളെ ആക്രമിക്കുവാൻ വന്നാൽ തിരിച്ചും പ്രതിരോധിക്കുവാൻ വേണ്ടി അക്രമ മാർഗങ്ങൾ തന്നെ തങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും എന്നാണ് ഈ വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള ആളുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്പസമയത്തിനകം കഴിഞ്ഞ ദിവസം സംഭവിച്ച കെ.എസ്.ഇ.ബി ഓഫീസിൽ എന്താണ് സംഭവിച്ചതെന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു വിശദീകരണവും ഈ ജീവനക്കാർ പങ്കുവയ്ക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വിവിധ യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള ഒരു വിശദീകരണ യോഗവും നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇപ്പോൾ ഈ നഗരമധ്യത്തിൽ നടത്തുന്നത്. എന്തായാലും വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കെ.എസ്.ഇ.ബി ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഈ വൈദ്യുതി വിച്ഛേദിച്ച കുടുംബം ഉപഭോക്തൃ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രജനി, എന്തായാലും കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ.എസ്.ഇ.ബി ഓഫീസിന് മുന്നിൽ ജീവനക്കാരെ പ്രതിഷേധം നടത്തുകയാണ്. കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സമയത്തിന് തന്നെ ഇതിലൊരു വിശദീകരണ യോഗമൊക്കെ തന്നെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. അതിനിടയിൽ അജ്മലിന്റെ കുടുംബം കെ.എസ്.ഇ.ബി ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ദസ്ന സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.